വണ്ണം കുറയാൻ എല്ലാരും പറയുന്ന ഒരു സാധനമാണല്ലോ ഈ ഇപ്പം കാലറി ഡെഫിസിറ്റ് എന്ന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോഴാണ് ആ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി ഹൈക്കായിട്ട് വന്നത്. പണ്ട് കാലത്ത് നമ്മൾ ആശം പറയും അരി കട്ട് ചെയ്തോ, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ചപ്പാത്തി കഴിച്ചോ, ചോറ് കഴിക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വ്ളോഗിങ് കൂടിയതനുസരിച്ച് ആ കാലറീസ് ഡെഫിസിറ്റ് അപ്പൊ ആൾക്കാർ ഇത് കണ്ടു ആശാനെ ഞങ്ങൾക്ക് ഇത്ര കാലറി കഴിക്കാൻ പാടുള്ളൂ, ഇത്ര മുട്ട കഴിക്കാൻ ഇത്ര കാലറി ഉണ്ട്, 100 ചോദ്യങ്ങളാണ്. ഞാനൊരു ഫ്രണ്ടിന് ഡയറ്റ് ഇട്ടോളൂ ആശാനെ പഴത്തിന്റെ തൊലി തിന്നാൻ വെള്ളം പറഞ്ഞിട്ടുള്ള ഉണ്ണി തിന്നാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിന് നല്ലത് നമ്മൾ സാധാരണ പച്ചക്കറി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ കാലറീസ് ഒക്കെ നമുക്ക് ഉറപ്പുണ്ടാവില്ല, തീരുമാനം അത് പറഞ്ഞു കൊടുക്കുന്ന നേരുണ്ടാവും. ആക്ച്വലി അത് നോക്കണം, നല്ലതാണ്, എല്ലാം നല്ല. പക്ഷെ അത് നമുക്ക് പോവാന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫ്. ഒരു ഡയറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതി തരുന്നത് രാവിലെ മിക്കതും ഇംഗ്ലീഷ്. നമ്മുടെ കിച്ചണിനകത്ത് ഒരിക്കലും ഇല്ലാത്ത ഒരു ലിസ്റ്റ് അങ്ങ് തരും. ഈ ലിസ്റ്റ് വന്നിട്ട് നമ്മൾ പോയിട്ട് ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത ഭക്ഷണം ആദ്യത്തെ ദിവസം കുറെ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകും. ഇന്ന് വന്ന് ജോയിൻ ചെയ്യും, അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകും, കുറെ സാധനം വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവച്ച് ആദ്യത്തെ ദിവസം കഴിക്കും, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം പറയും അമ്മയെ ചോറ് അല്ലെ ഭാര്യ ചോറ് വിളമ്പടി എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എത്തും. അപ്പൊ ആക്ച്വലി നമ്മുടെ കാലറി ലൈക്ക് ഫുഡ് കഴിക്കുന്ന പാറ്റേൺ നമ്മുടെ രീതിയിൽ അല്ലെങ്കിൽ അത് കുറച്ച് ദിവസത്തിനാവും. കാലറി ഡെഫിസിറ്റ് ഇപ്പൊ എന്റെ കൺസെപ്റ്റ് നോക്കുമ്പോ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കാലറി ഡെഫിസിറ്റിലേക്ക് വരണം. പക്ഷെ അതിനിങ്ങനെ കൗണ്ട് ചെയ്ത് കഴിക്കണമെന്നൊന്നുമില്ല. നമ്മള് നോർമലി കഴിക്കുന്ന ഇപ്പൊ നേരത്തെ അഖിലേട്ടൻ പറഞ്ഞത് നമ്മുടെ ഡെയിലി ഫുഡ് എന്തൊക്കെയാണ് നോക്കുക. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഈ വണ്ണം വെച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നിങ്ങളിപ്പോ 3-4 ഇഡ്ഡലി ഇന്നോടത്ത് 2 ആക്കാം, ക്വാളിറ്റി കൂട്ടുക, പ്രോട്ടീൻ കുറച്ച് കൂടുതൽ കഴിക്കുക, അപ്പൊ തന്നെ കാലറി ഡെഫിസിറ്റ് ആയി. ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ പറ്റുള്ളൂ. ഫൈബറസ് ഫുഡ് കഴിക്കണം, ഫൈബറസ് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആവശ്യമില്ലാത്ത ഫുഡ് എല്ലാം കഴിക്കും, അതിനൊപ്പം കുറച്ച് ഫൈബറസ് ഫുഡും കൂടെ ഇതൊക്കെ കഴിക്കുന്ന ഫുഡില് വിയറം ചെയ്താൽ മതി. ഇതൊക്കെ കഴിക്കുന്ന ചോറ് കഴിക്കുന്ന ആൾക്ക് പോയിട്ട് ചോറിന് കഴിക്കുന്ന പറ്റില്ല. കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി ചോറ് പോയിട്ട് മറ്റേ പാലക്കാട് മുട്ട കഴിക്കുന്നവരെടുത്ത് മറ്റേ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി മാറ്റി കഴിക്കുന്നത്. അത് എഗൈൻ ഞാന് ഒരു പ്രാവശ്യം ഞാൻ ലഡാക്കിൽ പണ്ട് ഇപ്പൊ ഈ എല്ലാരും പോകുന്ന സമയം ഞാൻ പണ്ട് പോയ സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഞാനിങ്ങനെ ഓൺലൈൻ നോക്കുമ്പോൾ ഭയങ്കര കുറച്ച് വീഡിയോസും ബ്ലോഗും ഒക്കെ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ചോക്ലേറ്റ്സ് കഴിക്കാതിരിക്കോ, ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ പോകുന്നതനുസരിച്ച് നമ്മൾ ശരി. അപ്പൊ അത് പിന്നെ ഞാൻ വായിച്ച മനസ്സിലായി ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാർ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിക്കണം. കാരണം അവര് മൂവ്മെന്റ്സ് എല്ലാം കൂടുതലാണ്. അതേസമയം സീ ലെവലിൽ താമസിക്കുന്ന ആൾക്കാർ കൂടുതലും പ്രോട്ടീൻ ഉള്ള ആഹാരം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേ സമയത്ത് തന്നെ ഒരാൾ എന്റെ അടുത്ത് ഇതുപോലെ ഒരു ഡയറ്റീഷ്യൻ എടുത്ത് ഞാൻ ഫുഡിങ് രാവിലെ എന്താ കഴിക്കുന്നത്, ഇഡ്ഡലി, ദോശ, അല്ലെ പുട്ട്, അല്ലെ അപ്പം. ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ചോറല്ലേ ചപ്പാത്തി, വൈകിട്ട് എന്തെങ്കിലും ചപ്പാത്തി കറി. അപ്പൊ അയാൾ ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് എവിടാണ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്നത്. പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഒപ്പം ഇപ്പൊ കുറെ കെമിക്കൽസും കൂടെ വന്നു. പണ്ട് നമ്മള് വീട്ടില് മാവിട്ട് അരി ആറ്റ് വരുന്നെങ്കിൽ ഇപ്പം ദോശമാവ് വാങ്ങിക്കും. അപ്പൊ അതിനകത്ത് അവർ എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ ഫുഡിലും ആൾക്കാർ കെമിക്കലായി. പ്രശ്നമാണ്. പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ പണ്ടായത് ശരീരാധ്വാനം ഉണ്ട്, ചില ആൾക്കാർ വരുമ്പോ ആദ്യമേ ഇപ്പം ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ ഓബ്വിയസ് ഫാൻ ആയിരിക്കും ഞാനും. ആണെങ്കിൽ അർണോൾഡ് ഷ്വാസ്നെഗറിനെയോ അല്ലെങ്കിൽ ലൈക്ക് സിൽവസ്റ്റർ സ്റ്റലോണിനെയോ ഡ്വൈൻ ജോൺസൺ ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞു. അതായത് ലൈക്ക് ഫസ്റ്റ് ലൈക്ക് ഹാർഡ് കോർ നമ്മൾ ഇവർ രണ്ടുപേരും. അപ്പം അവരുടെ ഷോൾഡർ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഞാൻ പറയുന്നത് ആദ്യം ഇനിയിപ്പോ വെയിറ്റ് എടുക്കുന്നത് എനിക്ക് ഈ ഷോൾഡർ വേണ്ട, എനിക്ക് ഇത്ര മസിൽ, എനിക്ക് ഈ ഷോൾഡർ ഇത്ര മസിൽ എനിക്ക് ഇഷ്ടമല്ല. ഇത് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ നാളെ മസിലിങ് വരും. അല്ല ഇപ്പോഴും ചില അതല്ല ഞാനിപ്പോ ചില ക്ലയൻസിന്റെ അടുത്ത് അവർക്ക് പ്രോട്ടീൻ ഹിറ്റ് ആവാത്തോണ്ട് നമ്മൾ നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കുക. അപ്പൊ വേ പ്രോട്ടീൻ ഏതെങ്കിലും ഫോട്ടോ ആവാത്ത ഇത്ര മസിലേക്ക് വീട്ടില് പുട്ടോടി ആക്കിട്ടോ ചേട്ടാ പ്രോട്ടീൻ പൗഡർ ഞങ്ങൾക്ക് എങ്ങനെ ആയാലും അവരൊരു മൈൻഡ് സെറ്റ് ഫുൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മസിലൊക്കെ വരണമെങ്കിൽ വർഷങ്ങളുടെ അല്ല ഒന്ന് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഭയങ്കര ഡിഫറെന്റ് സംഭവം. അതായത് ജിമ്മിൽ വരുന്നത് പല പല ടൈപ്പാണ് നമ്മുടെ ഗോളുകൾ അനുസരിച്ച്. ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനെ മസിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് സിക്സ് പാക്ക് അതെ സിക്സ് പാക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൾച്ചറിൽ വന്ന സാധനം. സോഷ്യൽ മീഡിയ സിനിമ കൾച്ചറിൽ വന്ന ഷാറുഖ് ഖാൻ ആണ് സിക്സ് പാക്ക് ഈ ലെവലിൽ ഹിറ്റ് ആക്കിയത്. ഷാറുഖ് ഖാൻ എന്ന് മറ്റേ ഏതായിരുന്നു
അല്ല അമീർ ഖാനൊക്കെ പിന്നീട് ഫസ്റ്റ് ഈ സിക്സ് പാക്ക് ഇത്ര ഹിറ്റ് ആയത് ഷാറുഖ് ഖാന്റെ ഓം ശാന്തി ഓമാണ് ആക്ച്വലി ഈ സിക്സ് പാക്ക് കൾട്ടായിട്ട് മാറിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സിക്സ് പാക്ക് ഒരു ഫിറ്റ്നസിന്റെ പരിപാടിയാണെന്നുള്ളത് സാധാരണക്കാരിലേക്ക് സിക്സ് പാക്ക് വേണം, സിക്സ് പാക്ക് അത് ഇനി 6 മാറി 8 ആക്കി. അപ്പൊ ലൈക്ക് അപ്പോഴാണ് രജനിക്ക് അത് 8 പാക്ക് ആയിട്ട് അങ്ങാണ്ട് പുള്ളി വന്നത്. അങ്ങനെ പല സിനിമസും വന്നു. അപ്പൊ പണ്ട് ഇത്രയും സിക്സ് പാക്കിനോട് ഒരു അഡിക്ഷൻ ഇല്ലായിരുന്നു. സിക്സ് പാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് എന്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ മുടത്തുള്ള ഫാറ്റ് പോയി, അതിന്റെ സ്കിൻ പോയി, അകത്തുള്ള 20 താഴെ പർപ്പസിന് വരണം. 20 താഴെയെങ്കിലും വേണം. അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. നിങ്ങൾക്ക് up to ഒരു 3-4 ഫോട്ടോ ഷാബുലെ വർഷത്തിൽ 365 ദിവസം സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് നമ്മുടെ കൂടുതൽ. അതാണ് അഖിൽ. ധരിച്ചിരിക്കുന്നല്ല ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി പറഞ്ഞ ഡയറ്റിന്റെ അത്ര സ്ട്രോങ് ആണ്. എന്നുവെച്ചാല് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞൊരു 2012 തൊട്ട് ഡയറ്റ് തുടങ്ങിയത് അപ്പോഴാണ് തുടങ്ങിയത്. അന്ന് ഫണ്ട് കയ്യിരുന്നില്ല, ഡയറ്റ് അതിന്റെ എക്സ്പെൻസ് ഉണ്ട്. 2012 കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് കുറെ വർക്കൗട്ട് ചാള പോലെ വർക്കൗട്ട് ഉണ്ടെന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2016 വന്നിട്ടുള്ള ഡയറ്റ് പ്ലാനിൽ ഇതുവരെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നല്ലാണ്ട് ഒട്ടും മാറിയിട്ടില്ല. അതായത് വീക്ക് ഡേയ്സിൽ മാക്സിമം ക്ലീൻ ആയിട്ട് നിൽക്കാൻ നോക്കും. വീക്കെൻഡ് ആണ് ഞാൻ ചെയ്യുന്നത്. അത് ഇതുവരെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കൊറോണ ടൈമിൽ പോലും. അപ്പൊ സംഗതി ഭയങ്കര സ്ട്രഗിളിംഗ് ആ ബോഡി ലെവൽ നിർത്താന്ന് പറഞ്ഞാല്. പക്ഷെ ഞാനത് ഭയങ്കര കംഫർട്ടബിളാണ്. വേറെ വയറ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നില്ല. അസുഖങ്ങളും പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചെറുപ്പത്തിൽ അതിന്റെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അൾസർ ഉണ്ടായിരുന്നു, ഗ്യാസ്ട്രോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറി നിൽക്കുകയാണ്. ഒരുപാട് എന്റെ ഗട്ട് ഹെൽത്ത് ഒരുപാട് ബെറ്റർ ആയി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻറ്റെയിൻ ജനറ്റിക് മാത്രമല്ല, ശരിക്കും ഡയറ്റാണ് ഇതിന്റെ സിക്സ് പാക്ക് മെയിൻ മാക്സിമം ഡയറ്റ് തന്നെയാണ്. മോർണിംഗ് ആണെങ്കിലും ഇപ്പൊ ഞാൻ ടൈമിൽ കഴിക്കുന്ന ഫുഡ് അത് കഴിഞ്ഞൊരു വർഷങ്ങളായിട്ട് സെയിം തന്നെയാണ്. ക്വാണ്ടിറ്റി മാറുന്നുള്ളൂ. അതുപോലെ ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കഴിക്കുന്ന ഫുഡൊക്കെ സെയിം മാത്രമൊന്നുമല്ല, അതിൽ അത്യാവശ്യം മാക്സിമം നീറ്റായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഷുഗറും വേണ്ടാത്ത പ്രോസസ്ഡ് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും ടഫായിട്ട് നിന്നാൽ മാത്രമാണ് ഈ സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാരും മനസ്സിലാക്കുക. ലോകത്തുള്ള എല്ലാവരും ഇപ്പൊ മണ്ണുള്ളവരെന്നല്ല, നിങ്ങളിപ്പം നല്ല മസിലുള്ളവരെ നോക്കിയാൽ അത്രേ ഉള്ളൂ. നമുക്ക് അല്ല ഇപ്പൊ ഈ അഖില പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ സ്പോർട്സ് ഐറ്റംസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടഫസ്റ്റും ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് ആണ് ബോഡി ബിൽഡിംഗ്. ഞാൻ ഈ മറ്റേ ഈ അടുത്ത് കണ്ടതാ, ഇവർ ഈ സംസാരിക്കുമ്പോൾ ഈ ലാസ്റ്റ് ദിവസം കട്ട് ചെയ്യുമ്പോൾ വെള്ളം വരെ കട്ട് ചെയ്തിട്ടാണ്. 2 ദിവസമൊക്കെ വാട്ടർ കട്ട് ചെയ്യും. അത് മാത്രമല്ല, വാട്ടർ കട്ട് മാത്രമല്ല, ഇപ്പൊ വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന ഒരു പരിധി വരെ നോക്കാം. എന്തോരം മെഡിസിൻസ് യൂസ് ചെയ്യണമെന്ന് അറിയാം. ബോഡി ബിൽഡിംഗ് സീരീസ് ഇതിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ PDs യൂസ് ചെയ്യും. ബോഡി ബിൽഡിംഗ് വേണ്ടി മാത്രം നമുക്ക് വേറെ പിന്നെ ബോഡി ബിൽഡിംഗ്. ഇപ്പൊ നമുക്ക് നോർമൽ ജനറൽ ഹെൽത്തിനെ പറ്റി പറയാം. ഇപ്പൊ അഖിൽ പറഞ്ഞ ഇതിനകത്ത് ഞാൻ വേറെ കാര്യം ചോദിക്കാം. ഇപ്പം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ മസാലയൊക്കെ കുറച്ച് ലൈക്ക് നമ്മുടെ ഫുഡ് ഭയങ്കര ഹാബിറ്റ് നന്നാക്കി വെച്ചിട്ട് ഒരു മാസം 45 ദിവസമാണ് ഞാൻ പിടിച്ചു. ഈ 45 ദിവസം കഴിഞ്ഞിട്ട് 46-ാം ദിവസം ഞാൻ സാധാരണ ഫുഡിലേക്ക് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് അപ്സെറ്റ് ആയിരുന്നു. ഹാബിറ്റ് മാറില്ല. അല്ല എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ വെള്ളം അടിക്കാത്ത ഒരാള് പെട്ടെന്ന് വെള്ളം അടിച്ചാൽ അയാളുടെ ബോഡി അതിനെ ഇത് ചെയ്യും. അതായത് കഴിക്കരുത് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഭയങ്കര ഹാങ്ങ്. പക്ഷെ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന ബോഡി അതിനെ അഡാപ്റ്റ് ആവും. എന്നും പറയുന്നത് മദ്യം നല്ലതാണെന്നല്ല, സെയിം തിങ്. ഇപ്പൊ മസാല യൂസ് ചെയ്യാൻ നമ്മുടെ ഗട്ട് നല്ല ഹെൽത്ത് നിൽക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ഇറിറ്റന്റ് ആയിട്ടുള്ള മസാല പുറത്തുനിന്നാണെങ്കിൽ പ്രശ്നമാണ്. സ്പൈസ് വീട്ടിലുണ്ടാക്കി നോക്കിയേ. ഈ സ്പൈസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കി പൊടിച്ചെടുക്കുന്ന സ്പൈസ് ഉപയോഗിച്ച് നോക്കി നല്ല വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പാക്കഡ് പ്രോസസ്ഡ് ഫുഡ് ഒക്കെ അതൊരു സൈഡാണ്. പക്ഷെ അതന്നെ പറഞ്ഞത് ഈ പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകുപൊടി എല്ലാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക്. നമ്മുടെ വീട്ടില് സംഗതി പണിയാണ്. പക്ഷെ എന്റെ വീട്ടിൽ അമ്മ അങ്ങനെ ചെയ്യും. മുളക് വാങ്ങിച്ച് ഞങ്ങള് ദുബായിലായിരുന്ന സമയത്ത് അമ്മ നാട്ടിൽ നിന്ന് മുളക് വാങ്ങിച്ച് പൊടിച്ച് വയറിന് കുഴപ്പമില്ല. ഈ പറഞ്ഞാൽ ഞാൻ അച്ചാറ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വീട്ടിലുണ്ടാക്കണം. പക്ഷെ നമ്മള് പുറത്തുനിന്ന് ഒരു നാരങ്ങാച്ചാറ് വാങ്ങിച്ച് കഴിക്കണത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണം. നമ്മൾ രുചി തന്നെ ഭയങ്കര വ്യത്യാസം. ടേസ്റ്റ് അതനുസരിച്ച് സാധനങ്ങൾ അതിനകത്തിട്ട് നമുക്ക് ഇഷ്ടം തോന്നാനായിട്ടുള്ള രീതിയിൽ. പാക്കഡ് ഫുഡാണോ സാധനം ഇഷ്യൂ ആണ്, അതിലെന്തെങ്കിലും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് അങ്ങനെ പിടിച്ചിരിക്കില്ല. അല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു തന്നെ. അപ്പം അതായത് എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം സാധാരണ അപ്പൊ ഒരാൾ ചോദിക്കാണ് എനിക്ക് എല്ലാ ആഹാരം കഴിച്ച് ജീവിക്കാം, അപ്പൊ പിന്നെ ഞാനല്ലേ ഹെൽത്തി മറ്റേ അമ്മയെക്കാളെന്ന് ചോദിച്ചാൽ ഡയറ്റ് ചെയ്യുന്ന ഒരാളെ
ഇപ്പൊ എന്നെ കാണുമ്പോ ഞാൻ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ രാഹുലിന് ചിലപ്പോ എന്നെക്കാട്ടി ഹെൽത്ത് ഉണ്ടാവും. എന്നെ കാണുമ്പോ ഉള്ള ഫിസിക്കൽ അപ്പിയറൻസിന് ഞാൻ നല്ല ഹെൽത്ത് ആണ്, പക്ഷെ എന്നെക്കാട്ടി ഹെൽത്ത് ചിലപ്പോ രാഹുൽ എന്നൊക്കെ പുറമേ ഉള്ള ഒരു ഇതുള്ളൂ. ബോഡി ബിൽഡിംഗിൽ നമ്മൾ അവരെ കാണുമ്പോ എന്താ ഭയങ്കര മസിലാണ്, സെറ്റാണ്, പക്ഷെ അത്രയും വീക്ക് ആയിട്ടുള്ള ബോഡി, ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും ആ സമയത്ത്. എന്തെങ്കിലും ഒരു ചെറിയ ബോഡി ബിൽഡിംഗ് അവരെന്നെ പറയും, മിക്ക അറിയാവുന്ന ആരും അല്ലാന്ന് പറയില്ല, ബോഡി ബിൽഡിംഗ് അറിയാവുന്ന ആൾക്കാരെല്ലാം പറയും അത്രയും റിസ്കി സ്പോർട്സാ. ഈ ബോഡി ബിൽഡിംഗിൽ കോമ്പറ്റീഷനിൽ നിന്ന് കൈ കാണിച്ച് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് പോയിട്ട് പിറ്റേ ദിവസം മരിച്ചു ആൾക്കാർ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് ഞാൻ ജിമ്മിൽ വന്ന സമയത്ത്, അതായത് ഞാൻ നേരത്തെ ജിമ്മിൽ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം അഖിലായിരുന്നു എന്നെ ട്രെയിൻ ചെയ്തിരുന്നത്. അപ്പൊ അഖിൽ ആദ്യം എനിക്ക് പോസ് ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ അഖിലിനോട് മസിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണം, അഖിലിന്റെ ഫോട്ടോ എടുക്കും. അഖിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഖത്ത് ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ സ്ട്രെയിൻ ചെയ്യുന്നത്, ഞാൻ എന്തിനാ സ്ട്രെയിൻ, ഞാൻ പിടിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഒരു രണ്ട് വർഷത്തിന് മേളിലായി. 2 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോ എന്റെ അത്യാവശ്യം അവിടെ എനിക്ക് ഫാറ്റ് കവർ ഇല്ലെങ്കിൽ അത്യാവശ്യം അകത്ത് മസിലൊക്കെ വന്നിട്ട് ഈ മസിൽ പിടിക്കുമ്പോൾ അത് നമ്മൾ ശ്വാസം മുട്ടിക്കും എന്നുള്ള കാര്യം മസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. മസിലേക്ക് ഒരു പ്രശ്നമില്ല, മസിലേക്ക് നമ്മൾ പിടിക്കുക എന്ത് അതിലെന്താ. ഇപ്പൊ ഞാൻ പിടിക്കുമ്പോ എനിക്കറിയാം ഫോട്ടോ എടുക്ക് ഇപ്പൊ പോകും എന്ന് മനസ്സിലായി. ഭയങ്കര പാടാണ് ഈ പോസ്റ്റിംഗ്. അതുകൊണ്ടാണ് ഈ മറ്റേ എനിക്ക് ഇന്നും ഷാഹുലാണ് എന്നെ, ഞാൻ ഷാഹുൽ ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഷാഹുലാണ് മറ്റേ വിങ്സിന് പോസ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഇന്നും ആ സാധനം കിട്ടിയിട്ടില്ല. ഇങ്ങനെ പിളർത്തിയെടുത്ത ആൾക്കാരുണ്ട് പട്ടി അപ്പൊ ആൾക്കാർ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആക്ച്വലി നമ്മൾ സ്റ്റേജിന് കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർ സ്റ്റേജിൽ കയറുന്നതിന് മൂലയില് ബോഡിയിൽ കുളിച്ചിട്ടേ കയറുള്ളൂ. അത് ബോഡിയിൽ വാട്ടർ ഇല്ല, വാട്ടർ ഇല്ലാണ്ട് ആ സ്റ്റേജിൽ കയറണം. പോസ് ചെയ്യുമ്പോൾ എന്തായാലും മസിൽ പിടിക്കും. അത് അത്രയും അവര് ഈ ജഡ്ജസ്മാര് 3-4 ആഴ്ച ഇങ്ങനെ റിപ്പീറ്റഡ് പോസിങ് പറഞ്ഞുകൊണ്ടിരിക്കില്ല, അവർക്ക് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മയും വാട്ടറൊന്നും ഇല്ല, ഫുഡില്ല, ഇത്രയും ടയേർഡായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പിടിക്കുമ്പോ അവൻ അത്ര ആൾക്കാർ കാണുമ്പോ അവൻ മരുന്നാണ്, പക്ഷെ അവൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തോരം ഫംഗ്ഷൻ മിസ് ചെയ്തിട്ടുണ്ട്, വീട്ടുകാരുടെ ടൈം, ഫ്രണ്ട്സിന്റെ ടൈം, ഇതെല്ലാം ഇതേന്ന് പറഞ്ഞാൽ അത് ഇത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നട്ടുള്ളവനെ പറ്റുള്ളൂ.